മിഡിൽ ഈസ്റ്റ് വീണ്ടും സംഘർഷഭരിതമായിരിക്കുകയാണ്. ഞങ്ങൾക്കെതിരെ ആയുധമുയർത്തുന്ന ആരുടെയും കൈ ഞങ്ങൾ വെട്ടിക്കളയും എന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ മുന്നറിയിപ്പ്. യമനിലെ ഹൂത്തി വിമതർക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ തീവ്രത വിളിച്ചോതുന്നു. ഇറാനുമായുള്ള ആണവ ചർച്ചകളും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളും നടക്കുന്നതിനിടെയാണ് ഈ പുതിയ സംഘർഷം. ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി. യമനിലെ ഹൂത്തി വിമതർ നിയന്ത്രിക്കുന്ന തന്ത്രപ്രധാനമായ തുറമുഖങ്ങളിലും താവളങ്ങളിലും ഇസ്രായേൽ തിങ്കളാഴ്ച പുലർച്ചെ നടത്തിയ മിന്നൽ വ്യോമാക്രമണത്തോടെയാണ് പുതിയ അധ്യായം ആരംഭിച്ചത്. ഇതിന് പ്രതികാരമായി ഹൂത്തികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ പ്രയോഗിച്ചതായി അവകാശപ്പെട്ടു. ഈ പുതിയ സംഘർഷ പരമ്പരയുടെ തുടക്കം ഞായറാഴ്ച ചെങ്കടലിൽ ലെബിരിയൻ പതാകയുള്ള ഒരു കപ്പലിന് നേരെ നടന്ന ആക്രമണമായിരുന്നു. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ തീപിടുത്തമുണ്ടാവുകയും ജീവനക്കാർക്ക് കപ്പൽ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. ഈ ആക്രമണത്തിന് പിന്നിൽ ഹൂത്തികളാണെന്ന് ശക്തമായി സംശയിക്കപ്പെടുന്നുണ്ടെങ്കിലും അവർ ഔദ്യോഗികമായി ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഹൂത്തി വിമതർ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പാലസ്തീൻ ജനതയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ അവർ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട്. ഞായറാഴ്ച ലെബിരിയൻ പതാകയുള്ള കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം ഈ പരമ്പരയിലെ ഏറ്റവും പുതിയതാണ്. 8 ചെറിയ ബോട്ടുകളും ഡ്രോൺ ബോട്ടുകളും പങ്കെടുത്തതായി ബ്രിട്ടീഷ് സൈന്യത്തിന് യുണൈറ്റഡ് കിങ് മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. കപ്പലിലെ സായുധ സുരക്ഷാ സംഘം ആദ്യം ആക്രമണത്തിന് ശക്തമായി മറുപടി നൽകിയതായും അവർ വ്യക്തമാക്കി. 2 ഡ്രോൺ ബോട്ടുകൾ കപ്പലിൽ ഇടിച്ചുവെന്നും 2 സുരക്ഷാ സംഘം നശിപ്പിച്ചതായും സ്വകാര്യ സുരക്ഷാ സ്ഥാപനമായ എംബ്രൈ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആക്രമണത്തിനുള്ള നേരിട്ടുള്ള പ്രതികരണമായിട്ടാണ് ഇസ്രായേൽ ഹൂത്തി വിമതരുടെ ശക്തികേന്ദ്രങ്ങളിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെ വ്യോമാക്രമണം നടത്തിയത്. യമനിലെ ഹൂത്തി വിമതരുടെ കൈവശമുള്ള ഹൊദൈദ, റാസ് ഇസ, സാരിഫ് തുറമുഖങ്ങൾ, റാസ് കനദീപ് പവർ പ്ലാന്റ് എന്നിവയാണ് ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഈ തുറമുഖങ്ങൾ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കാൻ ഹൂത്തികൾ ഉപയോഗിക്കുന്നുവെന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാന ആരോപണം. 2023 നവംബറിൽ ഹൂത്തികൾ പിടിച്ചെടുത്ത ഗാലക്സി ലീഡർ എന്ന കപ്പലിനെയും ഇസ്രായേൽ ആക്രമിച്ചു. ഈ കപ്പലിൽ ഹൂത്തികൾ റഡാർ സംവിധാനം സ്ഥാപിച്ചിരുന്നതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് മറുപടിയുമായി ഹൂത്തികൾ മിസൈലുകൾ പ്രയോഗിച്ചുവെന്ന് ഹൂത്തി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യാഗൂസ് സാരി അവകാശപ്പെട്ടു. തങ്ങളുടെ വ്യോമ പ്രതിരോധം ഇസ്രായേലി ആക്രമണങ്ങളെ ചേർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ അവകാശവാദങ്ങൾക്ക് ഔദ്യോഗികമായി യാതൊരു തെളിവുകളും ലഭ്യമല്ല. സാധാരണയായി തങ്ങളുടെ സൈനിക വിജയങ്ങൾ ഹൂത്തികൾ വിശദമായ ദൃശ്യങ്ങളോടെ പുറത്തുവിടാറുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകളുടെ സ്വഭാവം അവരുടെ അവകാശവാദങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഹൂത്തികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആയുധമെടുക്കുന്ന ആരുടെയും കൈ വെട്ടിമാറ്റപ്പെടും. ഇത് മേഖലയിലെ ഇസ്രായേലിൻ്റെ കടുത്ത നിലപാട് വ്യക്തമാക്കുന്നു. ഈ ആക്രമണങ്ങൾ നടക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ അതിനിർണായകമായ ചില നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പല ഘട്ടങ്ങളിലായി തുടരുകയാണ്. ഇതിനിടെ ഗാസയിൽ ഒരു താൽക്കാലിക സമാധാനം സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കുമ്പോഴാണ് യമനിൽ പുതിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇറാനുമായി ആണവ ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഇറാൻ ഹൂത്തി വിമതർക്ക് ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നുവെന്ന് ഇസ്രായേലും അമേരിക്കയും നിരന്തരം ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൂത്തികൾക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾ ഇറാനുമേലുള്ള ഒരുതരം സമ്മർദ്ദ തന്ത്രമായും വിലയിരുത്തപ്പെടുന്നു. ഇതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനായി വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഹൂത്തി പ്രശ്നവും ഇറാൻ വിഷയവും പ്രധാന ചർച്ചാ വിഷയമാകുമെന്നത് ഉറപ്പാണ്. ഇസ്രായേലിൻ്റെ ഈ ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ടോ എന്നതും ചോദ്യചിഹ്നമാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന ശത്രുത, ഗാസയിലെ യുദ്ധം, ഹൂത്തി വിമതരുടെ സ്വാധീനം ഇതെല്ലാം മിഡിൽ ഈസ്റ്റിനെ ഒരു അഗ്നിപർവ്വതമാക്കി മാറ്റിയിരിക്കുകയാണ്. ഏതൊരു ചെറിയ തീപ്പൊരിയും വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായേക്കാവുന്ന അവസ്ഥയാണിത്. ചെങ്കടലിലെ കപ്പൽ ഗതാഗതം ലോക സമ്പദ്വ്യവസ്ഥയ്ക്ക് അതീവ നിർണായകമാണ്. ഈ മേഖലയിലെ സ്ഥിരതയില്ലായ്മ ആഗോള വ്യാപാരത്തെയും എണ്ണവിലയെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഭാവിയിൽ അവർ നടത്തുന്ന തിരിച്ചടികൾക്ക് ന്യായീകരണമാകുമോ എന്നും ആശങ്കയുണ്ട്.
ഈ സൈനിക നീക്കങ്ങൾ മേഖലയിലെ സമാധാനം കൂടുതൽ തകർക്കുമോ അതോ ഹൂത്തികളെ പിന്തിരിപ്പിക്കുമോ എന്ന് കണ്ടറിയണം. എന്നാൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ കടുത്ത വാക്കുകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് സാധ്യതയെന്ന് സൂചിപ്പിക്കുന്നു.